കഴിഞ്ഞ ദിവസം ഡെക്കാൻ ഹെറാൾഡിൽ വന്നൊരു വാർത്തയായിരുന്നു മാംഗ്ലൂർ സ്വദേശിക്ക് ഏകദേശം 3.3 ലാഖ് റുപ്പീസ് ക്രെഡിറ്റ് കാർഡ് സ്കാമിലൂടെ നഷ്ടമായി എന്നുള്ളത്. സ്കാം നോക്കിക്കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് ബോണസ് പോയിന്റിന്റെ പേരിലാണ് തട്ടിപ്പ് നടന്നിരിക്കുന്നത്. നമ്മൾ ഗൂഗിൾ ന്യൂസ് എടുത്തിട്ട് അതിനകത്ത് ക്രെഡിറ്റ് കാർഡ് സ്കാം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിരവധി സ്കാമുകൾ കാണാനായിട്ട് സാധിക്കും. ഡെയിലി ഇങ്ങനെയുള്ള സ്കാമുകൾ നടക്കുന്നുണ്ട്, വാർത്തകൾ അത് വരുന്നുണ്ട്. നമ്മൾ പല ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോഴും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അറിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ, അവെയറായി കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഇത്തരത്തിലുള്ള തട്ടിപ്പിൽ നിന്നും രക്ഷ നേടുവാൻ സാധിക്കും. കെയർഫുൾ ആയിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ അടുത്ത വിക്ടിം നിങ്ങളായിരിക്കാം. ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഒരു കേസിൽ എന്താണ് സംഭവിച്ചത്, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള തട്ടിപ്പിൽ നിന്നും രക്ഷ നേടാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. കഴിഞ്ഞ ദിവസം വന്ന ന്യൂസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പരാതിക്കാരൻ എന്ന് പറയുന്നത് ഫാമിലിയിലെ മകനാണ്. വിക്ടിം എന്ന് പറയുന്നത് ഫാദറാണ്. ഫാദർ ഫോണിലൂടെ തുടരെ OTP കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് കണ്ട മദർ മകനോട് കാര്യം പറയുകയായിരുന്നു. അങ്ങനെ നോക്കിയപ്പോഴാണ് ഏകദേശം 3.3 ലാഖ് റുപ്പീസ് നഷ്ടമായെന്ന് കണ്ടെത്തുകയും അങ്ങനെ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുകയും ചെയ്തത്. ഇൻസിഡൻറ്റ് നടക്കുന്നത് 2026 ജനുവരി 16-ാം തീയതിയാണ്. വിക്ടിമിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. ക്രെഡിറ്റ് കാർഡിൽ കുറച്ച് ബോണസ് റിവാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, സോ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്ത് കിട്ടാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെ ട്രസ്റ്റും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു ലിങ്ക് അയക്കുന്നു. ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഒരു തേർഡ് പാർട്ടി മൊബൈൽ ആപ്പായിരുന്നു. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കുന്നു. ദെൻ അദ്ദേഹത്തോട് തന്നെ അദ്ദേഹത്തിൻ്റെ കാർഡിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നു. ശേഷം വേറൊരു നമ്പറിൽ നിന്നും കോൾ വരുന്നു. ആ ഒരു കോൾ വിളിച്ച വ്യക്തി ഫോണിലേക്ക് വരുന്ന OTP ആയിരുന്നു ചോദിച്ചത്. OTP കൂടി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുമെന്ന് പറയുന്നു. അദ്ദേഹം OTPയും പറഞ്ഞു കൊടുക്കുന്നു, മൾട്ടിപ്പിൾ OTPs പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ 2-3 ട്രാൻസാക്ഷനിലായിട്ട് ക്രെഡിറ്റ് കാർഡിൽ നിന്നും ഏകദേശം 19,551 രൂപ നഷ്ടമായെന്നാണ് നമുക്ക് വാർത്തയിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ബാക്കി എമൗണ്ട് നഷ്ടമായിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ SBI സേവിങ്സ് അക്കൗണ്ടിൽ നിന്നാണ്. അപ്പോൾ ജനുവരി 16-ന് ക്രെഡിറ്റ് കാർഡിൽ നിന്നും ഈ ഒരു എമൗണ്ട് നഷ്ടമായി. അതിനുശേഷം ജനുവരി 16-നും ജനുവരി 20-നും ഇടയിലായിട്ട് മൾട്ടിപ്പിൾ ട്രാൻസാക്ഷനിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഏകദേശം 2,93,144 രൂപ നഷ്ടമായത്. അങ്ങനെ മൊത്തം 3,32,000 രൂപയോളം നഷ്ടമായി. സോ ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മകൻ മാംഗ്ലൂർ റൂറൽ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുകയും ഇപ്പോൾ നിലവിൽ അന്വേഷണം പുരോഗമിക്കുകയുമാണ്. ഈ ഒരു സ്കാമിൻ്റെ ഒരു ഓവർവ്യൂ നോക്കിക്കഴിഞ്ഞാൽ ബാങ്കിൻ്റെ ഒഫീഷ്യലാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വിളിക്കുന്നു, എന്നിട്ടൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യിപ്പിക്കുന്നു. ദെൻ ഒരു ലിങ്ക് അയച്ചു. അവർ ഡെവലപ്പ് ചെയ്ത തേർഡ് പാർട്ടി മൊബൈൽ ആപ്പ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കുന്നു. ഇൻസ്റ്റാൾ ചെയ്തതോടുകൂടി ഫോണിൻ്റെ റിമോട്ട് ആക്സസും കാര്യങ്ങളൊക്കെ ആ ഒരു തട്ടിപ്പ് നടത്തുന്ന സംഘത്തിന് കിട്ടുന്നു. ദെൻ നമ്മളോട് തന്നെ നമ്മുടെ കാർഡിൻ്റെ ഇൻഫർമേഷനും ഫോണിലേക്ക് വന്ന OTPയും ചോദിച്ച് മനസ്സിലാക്കിയാണ് ഇവിടെ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു കേസിൽ ബോണസ് റിവാർഡ് പോയിന്റ് ഉണ്ട്, ഇല്ലെങ്കിൽ ബോണസായിട്ട് ഇപ്പോൾ ക്യാഷ് ബാക്ക് ഉണ്ട്, അത് ക്രെഡിറ്റ് ചെയ്ത് നൽകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് കോൾ വന്നിരിക്കുന്നത്. പക്ഷേ ഇത് മാത്രമല്ല, ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് കൂട്ടിത്തരാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിന് ഒരു അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്, അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രീ അപ്രൂവ്ഡ് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൾ വന്നേക്കാം. എന്നിട്ട് അവർ ഉപയോഗിക്കുന്ന മെത്തേഡ്, പണം തട്ടാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ് സെയിം ആയിരിക്കും. ഒരു ആപ്പ് ഒരു പക്ഷേ ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ ഒരു ഫിഷിംഗ് ലിങ്ക് ആയിരിക്കാം. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ബാങ്കിൻ്റെ രൂപത്തിലുള്ള വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ വരും. അതിൽ നമ്മളോട് തന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ എൻ്റർ ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. അങ്ങനെ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ ഉപയോഗിച്ചു പിന്നെ നമ്മുടെ ഫോണിലേക്ക് വന്ന OTPയും കാര്യങ്ങളൊക്കെ നമ്മളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കിയൊക്കെ ആയിരിക്കും അവർ തട്ടിപ്പ് നടത്തുന്നത്. ആദ്യം ബാങ്കിൽ നിന്നാണ് പറഞ്ഞുകൊണ്ട് വിളിച്ച് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. എങ്ങനെ ഇത്തരത്തിലുള്ള തട്ടിപ്പിൽ നിന്നും രക്ഷ നേടാം? ഒന്നാമതായിട്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൽ ബോണസ് റിവാർഡ് പോലും ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആരും അതും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഫോണിൽ വിളിക്കുകയില്ല. നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്കും അതുപോലെ തന്നെ ഇമെയിൽ ഐഡിയിലേക്കും നമുക്ക് അലർട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. അതിൽ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. ഈവൻ നമുക്ക് മൈൽ സ്റ്റോൺ വൗച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതും ഈ പറഞ്ഞ രീതിയിൽ അലർട്ടായിട്ടായിരിക്കും വരുന്നത്. അല്ലാതെ നമ്മളെ വിളിച്ചിട്ട് ആരും നിങ്ങളുടെ ഒരു മൈൽ സ്റ്റോൺ ബ്രേക്ക് ആയതുകൊണ്ട് ഒരു വൗച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആരും വിളിക്കുകയില്ല. നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ ഐഡിയിലേക്കും അലർട്ടായിട്ടായിരിക്കും കാര്യം വരുന്നത്. ദെൻ നമുക്ക് നമ്മുടെ കാർഡ് ഇഷ്യൂ ചെയ്ത ഇഷ്യൂവറിൻ്റെ മൊബൈൽ ആപ്പും അതുപോലെ തന്നെ അവരുടെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കാർഡിൻ്റെ കംപ്ലീറ്റ് മാനേജ്മെൻറ്റ് അതിനകത്ത് വരും. എന്തെങ്കിലും റിവാർഡ് പോയിന്റോ അല്ലെങ്കിൽ ക്യാഷ് ബാക്കോ അല്ലെങ്കിൽ പ്രീ അപ്രൂവ്ഡ് ഓഫറോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദെൻ എപ്പോഴും ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബാങ്കിൽ നിന്ന് വിളിച്ചിട്ട് അല്ലെങ്കിൽ ആരും വിളിച്ചിട്ട് നിങ്ങളോട് ഫോണിൽ
ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റോറിൽ ഇല്ലാത്ത തേർഡ് പാർട്ടി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമെന്ന് പറയുകയില്ല. ആ ഒരു കാര്യം എപ്പോഴും ഓർക്കുക. എപ്പോഴും നിങ്ങളുടെ ഫോണിലുള്ള സ്റ്റോറിൽ നിന്നുള്ള ആപ്പുകൾ മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക. ആൻഡ്രോയിഡ് ആണെങ്കിൽ പ്ലേ സ്റ്റോർ, ആപ്പിളാണെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്ന് മാത്രം ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പിളാണെങ്കിൽ കുറച്ചുകൂടി സേഫാണ്, നമുക്ക് അതർ ആപ്പും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റില്ല. ആൻഡ്രോയിഡ് ആണെങ്കിൽ നമുക്ക് APK ഫയൽ കിട്ടിക്കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള ആപ്പും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാം. പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. എന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ലൈക്ക് ഇപ്പോൾ ഏതെങ്കിലും ആപ്പിൻ്റെ പ്രീമിയം കിട്ടാനൊക്കെ ആയിട്ട് പലരും തേർഡ് പാർട്ടി APK കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. എപ്പോഴും നമ്മുടെ സ്റ്റോറിലുള്ള ആപ്പുകൾ മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ ഇപ്പോൾ മുതിർന്ന പൗരന്മാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഇതിനെപ്പറ്റി അവെയർ ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരുടെ ഫോണിൽ സെറ്റിങ്സിൽ അൺനോൺ ഡെവലപ്പറുടെ മൊബൈൽ ആപ്പും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സെറ്റിങ്സിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാകും. സോ അത് എനേബിൾ ചെയ്തെടുക്കുക. എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ അവർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് അറിയാതെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ആവുകയില്ല. സോ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക. ഒരിക്കലും വാട്സപ്പിലേക്ക് ആരെങ്കിലും അയച്ചു തരുന്ന മൊബൈൽ ആപ്പും കാര്യങ്ങളൊന്നും ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക. ദെൻ നമ്മുടെ വാട്സപ്പ് വഴി വരുന്ന മെസ്സേജ് ആണെങ്കിലും ഇമെയിൽ അലർട്ട് ആണെങ്കിലും SMS അലർട്ട് ആണെങ്കിലും അതിൽ ഈ പറഞ്ഞ രീതിയിൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിലൊന്നും ക്ലിക്ക് ചെയ്യാതിരിക്കുക. നമുക്കറിയാം ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന SMS അലർട്ട് ആണെങ്കിലും ഇപ്പോൾ വാട്സപ്പൊക്കെ ആണെങ്കിലും ഇനിയിപ്പോൾ ഇമെയിലൊക്കെ ആണെങ്കിലും അത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. വാട്സപ്പും അതുപോലെ തന്നെ ഇമെയിലൊക്കെ ആണെങ്കിലും അതിനകത്ത് വെരിഫിക്കേഷൻ ടിക്കും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. SMS ആണെങ്കിലും നമുക്ക് നോർമലി നമ്മൾ ഫണ്ട് വിഡ്രോ ചെയ്യുമ്പോഴൊക്കെ വരുന്നൊരു ഡൊമൈൻ ഉണ്ടാകും. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇതൊന്നും അല്ലാതെ അൺനോൺ ആയിട്ട് വരുന്ന അലർട്ടിലുള്ള ലിങ്കിലും കാര്യങ്ങളൊന്നും ക്ലിക്ക് ചെയ്യാതിരിക്കുക. ഫിഷിംഗ് ലിങ്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും, അതിന് ക്ലിക്ക് ചെയ്യാതിരിക്കുക, റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. പിന്നെ ബേസിക്കായിട്ട് എപ്പോഴും ഫോളോ ചെയ്യേണ്ട ഒരു റൂളാണ്, ഒരിക്കലും നിങ്ങളുടെ കാർഡ് നമ്പർ, CVV, ഫോണിലേക്ക് വരുന്ന OTPയും കാര്യങ്ങളൊന്നും ആരുമായിട്ടും ഷെയർ ചെയ്യാതിരിക്കുക. ബാങ്കിൻ്റെ ഒഫീഷ്യൽസ് പോലും വിളിച്ചിട്ട് നിങ്ങളോട് ഈ പറഞ്ഞ രീതിയിൽ ഫോണിലേക്ക് വരുന്ന OTPയോ CVVയോ കാർഡ് നമ്പറോ കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല. സോ ആ ഒരു കാര്യം എപ്പോഴും അവെയർ ആയിരിക്കുക. ഇനി ഇത്തരത്തിലുള്ള സ്കാമിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ബാങ്കിൽ റിപ്പോർട്ട് ചെയ്യുക. ബാങ്കിൻ്റെ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുക. ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ അത് ഫ്രീസ് ചെയ്യും. കാർഡ് ആണെങ്കിൽ കാർഡ് അവർ ബ്ലോക്ക് ചെയ്യും. ഇനി കാർഡ് ആണെങ്കിൽ നമുക്ക് തന്നെ പെട്ടെന്ന് നമ്മുടെ മൊബൈൽ ആപ്പ് വഴിയൊക്കെ കാർഡ് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ കാർഡ് ബ്ലോക്ക് ചെയ്യുക. നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം നമ്മുടെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ സൈബർ പോലീസിലോ കംപ്ലയിൻറ്റ് കൊടുക്കുക. അതിന് നമുക്കിപ്പോൾ ഓൺലൈനായിട്ട് തന്നെ സൈബർ ക്രൈം പോർട്ടലിൽ, നാഷണൽ സൈബർ ക്രൈം പോർട്ടലിൽ നമുക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. സോ ആ ഒരു പോർട്ടൽ വഴി കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾ തട്ടിപ്പിന് ഇരയായി കഴിഞ്ഞാൽ ഒരിക്കലും ഒന്ന് മറച്ചു വെക്കരുത്. അത് പ്രോപ്പറായിട്ട് കംപ്ലയിൻറ്റ് കൊടുത്ത് മൂവ് ചെയ്യുക. മറച്ചു വെച്ച് കഴിഞ്ഞാൽ തട്ടിപ്പ് സംഘം വീണ്ടും വേറെ ആരെങ്കിലും തട്ടിപ്പിന് ഇരയാക്കും. നമ്മൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് അവരെ പിടികൂടാനായിട്ട് സാധിക്കും. സോ ആ ഒരു കാര്യം എപ്പോഴും ഓർക്കുക. ദെൻ നിങ്ങൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള എന്തെങ്കിലും തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എപ്പോഴും അവെയർ ആയിരിക്കുക. ബാങ്കിങ് പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി